അല്ല, ഈ സർപ്പദോഷം ഏൽക്കുന്നത് ഒരു പരിധി വരെ സർപ്പങ്ങളെ രോഗമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് അതുണ്ടാവുന്നത് ഒരു പക്ഷേ ചിലപ്പോ ഈ പറഞ്ഞ പോലെ സർപ്പത്തെ തല്ലിക്കൊന്നതുകൊണ്ടോ അങ്ങനെ വരാം. അതല്ലെങ്കിൽ വേറെ ഏത് വഴി വരാൻ ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ സർപ്പത്തിൽ കളച്ചു സർപ്പം തല്ലിക്കൊന്നു മാത്രമല്ല, സർപ്പത്തിൽ പോയി ഉദ്രവിച്ചാൽ മതിയല്ലോ, കിളച്ചാൽ മതിയല്ലോ. സർപ്പക്കാടുകൾ വെട്ടി നശിപ്പിച്ചാൽ അവിടെ നിന്ന് മരങ്ങൾ വെട്ടി നശിപ്പിച്ചാൽ മതിയല്ലോ. പിന്നെ എന്നല്ല അശുദ്ധമായിട്ട് പെരുമാറിയാൽ മതിയല്ലോ. സർപ്പക്കാവുകൾ അശുദ്ധമായിട്ട് സർപ്പം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. ആ പ്രകൃതിക്ക് നമുക്ക് വിരുദ്ധമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അവിടെ ദോഷം ഉണ്ടായിരിക്കുന്നുള്ള ഉറപ്പാണ്. ആ പ്രകൃതി നമ്മൾ ആരാധിക്കുന്നതിന് തുല്യമാണ് സർപ്പാരാധന എന്ന് പറയുന്നത്. പ്രകൃതിയായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് സർപ്പാരാധന. നമുക്ക് ആരാധിക്കാനേ പറ്റുള്ളൂ. നമുക്ക് എടുത്ത വഴി നമുക്ക് അതിനെക്കുറിച്ച് വേറൊന്നും ചെയ്യാൻ നിർത്തിയില്ല. അപ്പോൾ നമ്മുടെ പൂർവ്വന്മാർ നമുക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്, ഇന്ന രീതിയിൽ ചെയ്താൽ അത് മാറുന്നു ഉപദേശം തന്നിട്ടുണ്ട്. നമ്മൾ വിശ്വസിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ സർപ്പദോഷമാണ്, മിക്കവാറും സർപ്പദോഷങ്ങൾ എല്ലാവർക്കും കാണും. ഏത് രാശി എടുത്താലും വളരെ അപൂർവം സ്ഥാനങ്ങളിൽ മാത്രം രാഹുവിനെ കണ്ടാൽ മാത്രമേ സർപ്പദോഷം പറയാത്തുള്ളൂ. അല്ലാത്തടത്തൊക്കെ സർപ്പദോഷം പറയേണ്ടതായിട്ട് വരും. അത് ഒരു പരിധി വരെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നവരായിരിക്കും.